ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 24 അധ്യായത്തിൻ്റെ 3 വാക്യം. മത്തായി 24:3. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവൻ്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. മനോഹരമായ ഒരു പുതിയ ദിവസം, അതിൻ്റെ എല്ലാ സാധ്യതകളോടും കൂടി കർത്താവ് നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നു. ഒലിവുമലയിൽ കർത്താവ് ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ചു വന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് ഈ വേദഭാഗത്ത് ഉള്ളത്. കർത്താവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ചുമുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ അതിൻ്റെ അറിവ് അതെങ്ങനെയായിരിക്കും എന്നതായിരുന്നു ശിഷ്യന്മാരുടെ ഈ ചോദ്യത്തിൻ്റെ പിന്നിലുള്ളത്. ഇതാ ഇപ്പോഴാണ് ലോകാവസാനം എന്ന് കരുതിയിരിക്കുമ്പോൾ ചരിത്രത്തിൻ്റെ മറ്റൊരു യുഗം പിറക്കുന്നു എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. 7 മുദ്രകളുടെ ഒരു ആവൃത്തി കഴിയുമ്പോൾ 7 കാഹളങ്ങൾ തുടങ്ങുന്നു. അതോടെ എല്ലാം തീരും എന്ന് കരുതിയിരിക്കുമ്പോൾ ക്രോധത്തിൻ്റെ 7 പാത്രങ്ങൾ, അതായത് ചാരത്തിൽ നിന്ന് ഫീനിക്സ് പക്ഷി എന്ന പോലെ ചരിത്രത്തെ മുന്നോട്ട് നയിക്കുകയാണ്. കാരണം വെളിപ്പാട് ഗ്രന്ഥകാരന്മാർ ദൈവോന്മുഖമായ ചരിത്രത്തിൽ വിശ്വസിച്ചിരുന്നു. ഈ ചരിത്രമാകട്ടെ സമയത്തിൻ്റെ പൂർണ്ണതയിൽ, യുഗാന്ത്യത്തിൽ മശിഹായുടെ രാജ്യത്തിൻ്റെ സ്ഥാപനത്തിൽ കലാശിക്കുന്നതാണ്. യേശുവിൻ്റെ കാലയളവ് മശിഹായുടെ കാലയളവാണെന്ന് വിശ്വസിച്ചിരുന്നത് കൊണ്ട് യുഗാന്ത്യം സമീപസ്ഥമായിരിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. യുഗാന്ത്യം സമീപസ്ഥമല്ലെന്ന് ആർക്കും പറയാനും കഴിയില്ല എന്ന് കരുതി ലോകാവസാനത്തിൻ്റെ കൃത്യമായ വർഷവും തീയതിയും ദൈവം ആർക്കും വെളിപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വാദിച്ച ആളുകളൊക്കെ നമ്മുടെ കാലഘട്ടത്തിലും അതിനു മുൻപുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ദേശഭക്തരായ തീവ്രവാദികളിൽ ചിലരാണ് മശിഹ എന്ന് അവകാശപ്പെട്ടതിന് എതിരെയുമാണ് യേശു മുന്നറിയിപ്പ് നൽകുന്നത്. നിന്റെ ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെ അടയാളം എന്ത്? ഇതാണ് അവരുടെ ചോദ്യം. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ആദ്യത്തെ 4 ശിഷ്യന്മാരാണ് ഈ ചോദ്യം ഉന്നയിക്കുന്നത്. അതുമാത്രമല്ല, ചോദ്യം അത്ര വ്യക്തമല്ല. മർക്കോസ് 13 അധ്യായത്തിലാണ്. ഇത് എന്ന് സംഭവിക്കുമെന്നും ഇവയെല്ലാം പൂർത്തിയാകാൻ തുടങ്ങുമ്പോൾ അടയാളം എന്തായിരിക്കുമെന്നുമാണ് അവരുടെ ചോദ്യം. വിശുദ്ധ മത്തായി വ്യക്തമായി ചോദ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഗമനത്തിൻ്റെയും യുഗാന്ത്യത്തിൻ്റെയും അടയാളം. ഈ 3 വാക്യം മുതൽ ഏറെക്കുറെ 13 വാക്യം വരെ ഇതിനെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വിശദീകരണങ്ങളും അടയാളങ്ങളും അതൊക്കെ എന്തായിരിക്കും എന്നാണ് കാണുന്നത്. ഗ്രീക്ക് ഭാഷയിൽ പറൂസിയ എന്ന പദത്തിന് ആശ്ചര്യമായി ചക്രവർത്തിയുടെ എഴുന്നള്ളത്ത് എന്നോ അല്ലെങ്കിൽ നഗരാധിപൻ്റെ ആഗമനം എന്നൊക്കെയാണ് അർത്ഥം. എന്നാൽ ഇത് യേശുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടിയുള്ള സാങ്കേതിക പദമായി ആദിമസഭ ഉപയോഗിക്കാൻ തുടങ്ങിയിരുന്നു. മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണം എന്നാണ്. അതെന്നാണ് സംഭവിക്കുക? അതാണ് ചോദ്യം. സുവിശേഷകരിൽ മത്തായി മാത്രമാണ് ഈ ഒരു സാങ്കേതിക പദം ഉപയോഗിക്കുന്നത്. യുഗാന്ത്യ പ്രഭാഷണത്തിൻ്റെ കേന്ദ്രം എന്ന് പറയുന്നത് മനുഷ്യപുത്രൻ്റെ വരവാണ്. രണ്ടാമത്തെ ആഗമനം ആണ് അവിടെ കാണുന്നത്. ഒരു മഹാപീഡനത്തിൻ്റെ 1-ാം പകുതി എന്നോ യഹൂദ യുഗത്തിൻ്റെ അവസാനമെന്നോ പറയാവുന്ന തരത്തിലാണ് ഈ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടുന്നതും അതിൻ്റെ വ്യാഖ്യാനവും.
ഒലിവുമലയിൽ വെച്ച് ശിഷ്യന്മാർ കർത്താവിനോടായി ചോദിക്കുന്ന 3 പ്രധാന ചോദ്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. ഒന്ന്, അതായത് യെരുശലേമിൻ്റെ നാശം എപ്പോൾ സംഭവിക്കും? 2, നിന്റെ വരവിൻ്റെ അടയാളം എന്ത്? 3, ലോകാവസാനത്തിൻ്റെ അടയാളം എന്ത്? ഇത് 3ഉം കൂടെ ക്ലബ് ചെയ്താണ് അവരുടെ ചോദ്യം. ഇതിനുള്ള മറുപടിയാണ് കർത്താവ് തുടർന്ന് നൽകുന്നത്. അപ്പോൾ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കർത്താവിൻ്റെ 2ാം വരവ് എന്നത് ആദിമ സഭയുടെ ഏറ്റവും പ്രത്യാശാപരമായിട്ടുള്ള ഒരു വിഷയമായിരുന്നു. അതായത് ആദിമസഭ ഓരോ കാലഘട്ടത്തിലും അവരുടെ വിശ്വാസത്തിൻ്റെയും പ്രസംഗത്തിൻ്റെയും ഒക്കെ ആ ഒരു സ്ട്രെസ് ചെയ്ത് വന്നിരുന്നത് പല കാര്യങ്ങളാണ്. ആദിമസഭയുടെ ആരംഭത്തിൽ കർത്താവിൻ്റെ ഉയിർപ്പിന് കൂടുതൽ ശാക്തീകരണം കൊടുത്തു. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, അതായത് സഭ ഒരു വലിയ പീഡനത്തിലേക്കൊക്കെ കടക്കുമ്പോൾ, അവിടെയാണ് വെളിപ്പാട് ഗ്രന്ഥമൊക്കെ രചിക്കപ്പെടുന്നത്. കർത്താവിൻ്റെ വരവിന് കൂടുതൽ ശാക്തീകരണം കൊടുത്തു. പീഡിപ്പിക്കപ്പെടുന്നവർക്ക് ലഭിക്കാൻ പോകുന്ന ശിക്ഷയും പീഡ അനുഭവിക്കുന്നവർക്ക് വരാൻ പോകുന്ന ഒരു വലിയ രക്ഷ, പ്രത്യാശ, സ്വർഗീയ അനുഭവങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സഭയുടെ ആരംഭകാലം മുതൽ ഇന്ന് വരെയും തുടരുന്ന ഒരു കാത്തിരിപ്പിൻ്റെ തുടർ അനുഭവമാണ്. ഇന്ന് നമ്മൾ അതിനെ അഭിമുഖീകരിക്കുന്നതും അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനവും കർത്താവിൻ്റെ 2ാം വരവാണ്. അതിൻ്റെ അടയാളങ്ങളെക്കുറിച്ചാണ് തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത്. അടുത്ത നമ്മുടെ ധ്യാനത്തിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. നമ്മുടെ വിശ്വാസം കർത്താവിൻ്റെ 2ാം വരവ് അതുണ്ടാകും എന്ന് തന്നെയാണ്. അതിന് കോട്ടം തട്ടുന്ന യാതൊരു വിധത്തിലുള്ള ദൈവശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ പഠനങ്ങളോ മതപഠനങ്ങളോ ഒന്നും തന്നെ സഭയിലില്ല, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലുമില്ല. അതുകൊണ്ട് തുടർന്നും അതിന് കോട്ടം തട്ടാതിരിക്കാൻ കർത്താവിൻ്റെ 2ാം വരവിനെ കൂടുതൽ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന സമൂഹമായി നമുക്ക് മുന്നേറാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, പുതിയ പ്രഭാതത്തിനായി സ്തോത്രം. അങ്ങയുടെ വരവിനായി കാത്തിരുന്ന, ഇപ്പോഴും കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം. ഞങ്ങൾക്കും അതിനോട് ഭാഗവാക്കാകാൻ ആയുസ്സിൽ നൽകിയിരിക്കുന്ന ഭാഗ്യത്തിനായും സ്തോത്രം. ഞങ്ങളതിൻ്റെ കാത്തിരിപ്പിൻ്റെ ആളുകളായി വിശ്വാസത്തോടെ മുന്നേറുവാൻ, പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിൻ്റെ കഷ്ടങ്ങൾക്കപ്പുറം ഒരു യുഗാന്ത്യത്തിൻ്റെ സ്വർഗീയ അനുഭവത്തിൻ്റെ സന്തോഷമുണ്ടെന്ന് അവിടുന്ന് വാഗ്ദത്തം ചെയ്തല്ലോ. അതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലായിടങ്ങളിലും ഈ പ്രത്യാശയിൽ നിലനിൽപ്പാൻ സഹായിക്കണമേ. ഇന്ന് പകൽക്കാല ജീവിതത്തിൽ കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു. ദൈവം ഞങ്ങളെ വഴി നടത്തണമേ. ആവശ്യങ്ങളെല്ലാം അവിടുത്തെ സന്നിധിയിൽ അർപ്പിക്കുന്നു. വഴികളെ തുറക്കണമേ. യേശു മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.